Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി 4-year UG എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ എക്സാം വരുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ്. സോ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സബ്ജക്റ്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA BA അതുപോലെ തന്നെ MCom MBA ഈ കോഴ്സസിനൊക്കെ ഓൺലൈനായിട്ട് അഡ്മിഷനും കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ കിടക്കുന്നതിനേക്കാൾ മുമ്പ് ആദ്യം പറയാനുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ഒരു സബ്ജക്റ്റിനെ നമ്മൾ എക്സാം ട്യൂബ് ഓഫർ ചെയ്യുന്നുണ്ടെന്ന് ഇതിനേക്കാൾ മുമ്പുള്ള എൻ്റെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നൊരു കാര്യമാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആപ്പിലൂടെയാണ് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ അതിൻ്റെ ആദ്യത്തെ ബ്ലോക്കാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് 2 യൂണിറ്റ്സിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലൂടെ, അത് ഇംഗ്ലീഷ് നോട്ട്സും അതുപോലെ തന്നെ മലയാളത്തിലും രണ്ടിൻ്റെയും അവൈലബിൾ ആണ്. അപ്പോൾ ബാക്കി 3 ബ്ലോക്കുകൾ നമുക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് എനിക്കത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് KCS ക്ലാസ്സസിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. വെറും 200 രൂപ മാത്രമാണ് വരുന്നത് പ്ലസ് GST. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോൾ അതിലെ ബ്ലോക്ക് 1ൻ്റെ എക്സാം ട്യൂബ് മാത്രമാണ് അവൈലബിൾ ആവുക. ബാക്കിയുള്ളത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്തോളൂ. ബാക്കി 3 അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ കുറച്ചൊരു ബിസി ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഏതൊക്കെ ബ്ലോക്കുകളോട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് നല്ല മാർക്കിലോട്ട് എത്തിച്ചേരണം, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം കേട്ടോ. പിന്നെ ആപ്പ് സ്റ്റോറിലാണ് വേണ്ടതെങ്കിൽ ക്ലാസ്സസ് അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാനതിൻ്റെ സെപ്പറേറ്റ് ലിങ്ക് നിങ്ങൾക്ക് തരാം ഇതിൻ്റെ എക്സാം ട്യൂബ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ അത് മെൻഷൻ ചെയ്താണ്, എന്നാലും ഈ വീഡിയോയുടെ അവസാനം ഞാനതൊന്നും കൂടിയും കാണിക്കുന്നതായിരിക്കും. നമ്മുടെ എക്സാം ട്യൂബിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ബ്ലോക്ക് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. നമുക്ക് 4 ബ്ലോക്കുകളായിട്ട് കാണാൻ സാധിക്കും. അതിനേക്കാൾ മുമ്പ് ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യാനുണ്ട്. നമ്മുടെ ഈ ഒരു പേപ്പർ 2 hours ആണ് വരുന്നത്. എല്ലാവർക്കും അറിയാം. 45 മാർക്കാണ് എക്സ്റ്റേണൽ വരുന്നത്, 20 മാർക്സ് ഇൻറ്റേണൽ വരുന്നു. അപ്പോൾ 45 മാർക്കിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ പാർട്ട് A 2 hours ആണെന്ന് ഞാൻ പറഞ്ഞു. പാർട്ട് Aയിൽ 8 ചോദ്യങ്ങൾ 1 മാർക്കിൻ്റെ വരുന്നു, അതിൽ 5 എണ്ണത്തിന് ആൻസർ ചെയ്യുക. പാർട്ട് Bയിൽ 8 ചോദ്യങ്ങൾ, അതിൽ 5 എണ്ണത്തിന് ആൻസർ ചെയ്യുക, 1 ചോദ്യത്തിന് 2 മാർക്ക്. പാർട്ട് Cയിൽ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്, 6 ചോദ്യങ്ങൾ വരും, അതിൽ 4 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുക. 4 into 5 20 മാർക്സ്. essay 10 മാർക്കിൻ്റെയാണ്, 2 ചോദ്യങ്ങൾ വരും, അതിൽ 1 എണ്ണത്തിന് ആൻസർ ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ 4 ബ്ലോക്കുകളിൽ ഫസ്റ്റ് ബ്ലോക്ക് ബേസിക്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ദെൻ സെക്കൻഡ് ബ്ലോക്ക് അതിൽ 2 യൂണിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുള്ള ബ്ലോക്ക് എക്സാം ട്യൂബ് വരുന്നത് ഫസ്റ്റ് ബ്ലോക്ക് മാത്രമാണ്, ഞാൻ പറഞ്ഞു. ദെൻ സെക്കൻഡ് ബ്ലോക്ക് വെബ്സൈറ്റ് പ്ലാനിങ് ആൻഡ് അനാലിസിസ് ആണ്. ദെൻ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ബ്ലോക്ക് 3. ദെൻ ബ്ലോക്ക് 4 സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം, അത് മാത്രമല്ല പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു ഓർഡറും പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അതിലേറ്റവും കൂടുതൽ മാർക്സ് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ബ്ലോക്ക് നമ്പർ 1 അതുപോലെ തന്നെ ബ്ലോക്ക് നമ്പർ 4. ഈ 2 ബ്ലോക്കിൻ്റെയും പ്രത്യേകത, ബ്ലോക്ക് നമ്പർ 1 ബേസിക്സ് ആണ്, നല്ല ഈസി ആയിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് നമ്പർ 1. പക്ക ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ ബേസിക്സ് മാത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്.
അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളാണ്. എന്ത് എഴുതിയാലും മാർക്ക് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് നമ്പർ 4. സോ ഞാൻ ഈ ബ്ലോക്ക് നമ്പർ 1-ലെയും 4-ലെയും ഏതെങ്കിലും ഒരു ചോദ്യം, ചിലപ്പോൾ 2 essay എന്ന് പറയണത് ഈ 2 ബ്ലോക്കിൽ നിന്നാവും. മിനിമം എന്തായാലും ഒരു essay കിട്ടും, ബ്ലോക്ക് 1 അല്ലെങ്കിൽ 4 നിന്നോ. നമുക്ക് 2 ഒരെണ്ണം മതിയല്ലോ. അപ്പൊ 2 essay കിട്ടാൻ നിങ്ങൾക്ക് ബ്ലോക്ക് എന്താണ്, ഒരു essay മതി. 1 അല്ലെങ്കിൽ 4 നോക്കിക്കഴിഞ്ഞാൽ ഒരു essay കിട്ടി. ദെൻ ഈ 2 ബ്ലോക്കിൽ നിന്നും 5 മാർക്സിന്റെ ചോദ്യം എന്തായാലും 2 ഉണ്ടാവും. 2 മാർക്സിന്റെ ഒരുപാടുണ്ടായിരിക്കും, 1 മാർക്കിന്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു എസ്പെഷ്യലി ബ്ലോക്ക് നമ്പർ 4-ന്റെ പ്രത്യേകത എന്താ, ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഡെയിലി ലൈഫിലത്തെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്താലും സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയാസ് ആണ് ബ്ലോക്ക് നമ്പർ 2ഉം 3ഉം വരുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയുന്ന പോലെ അതും കൂടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഹൈ സ്കോറിലോട്ട് പുഷ്പം പോലെ എത്തിച്ചേരാൻ സാധിക്കും. അപ്പുറത്തെ ഓപ്ഷൻസും ഉണ്ടേ, 8 5 ഫസ്റ്റ് പാർട്ട്, 8 5 സെക്കൻഡ് പാർട്ടും, 6 4 തേർഡ് പാർട്ട്. അപ്പോൾ ഒക്കെ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും പഠിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ ബ്ലോക്ക് 1 and 4 പഠിച്ചാൽ തന്നെ നിങ്ങൾ പാസ് മാർക്കിനേക്കാൾ കൂടുതലെത്തി കഴിഞ്ഞു. അവിടെ ബാക്കിയുള്ളതിലേക്കും കൂടി നോക്കിക്കഴിഞ്ഞാൽ 90% അബവ് മാർക്സ് നിങ്ങൾക്ക് പുഷ്പം പോലെ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അതിൽ ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് ബ്ലോക്ക് പരമാവധി സ്കോർ ചെയ്യാൻ നോക്കണം. പിന്നെ എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം, നിങ്ങളാണ് ഇതിൻ്റെ എക്സാം ആദ്യമായിട്ട് എഴുതുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഈ ഏരിയ ചിലപ്പോൾ വരാൻ, ശരി മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിൽ ആണ് നമ്മൾ ഈ ഒരു സജഷൻസ് ഒക്കെ നൽകുന്നത്. 4 year UG പ്രോഗ്രാം മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിലെ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് ആദ്യം ഈ സബ്ജക്റ്റിൻ്റെ എക്സാം ആദ്യമായിട്ട് എഴുതുന്നത് നിങ്ങളുടെ ബാച്ചാണ്. അപ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ ഓരോ ടോപ്പിക്കുകളുടെ റെലവൻസിൻ്റെ ബേസിലാണ് നമ്മളിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക്സ് ആണ്. അതിലാദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് അല്ലേ, ഇൻട്രൊഡക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ മീനിങ്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചു വയ്ക്കുക. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നിർബന്ധമായും പഠിക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ essayക്ക് 2 ടോപ്പിക്സ് ആണ് നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നത്. അല്ല, ആദ്യം ഇമ്പോർട്ടൻസ്, നമുക്ക് essay ചോദിക്കാം. എക്സ്പ്ലെയിൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് നമ്മളൊരു essay ടോപ്പിക്കായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ 5 മാർക്കിൻ്റെയിലേക്കും വേണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ പറയുന്ന ഇമ്പോർട്ടൻസ്. നിർബന്ധമായും പഠിക്കണം, ഈസി ടോപ്പിക്കും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം പറയാനുള്ളത്. അതിനുശേഷം ഇതിൽ ഇവല്യൂഷൻ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ചിലപ്പോൾ വരാം. നിങ്ങളത് ലാസ്റ്റ് നോക്കിയാലും മതി. ഞാൻ എൻ്റെ എക്സാം ട്യൂബിൽ ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഒരുപാട് വായിക്കാനുണ്ട്. ഞാൻ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് നോട്ട്സൊക്കെ കേട്ടോ. ഞാനിത് കഴിഞ്ഞിട്ട് അവസാനം കാണിച്ചു തരാം. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്കോപ്പാണ്. അപ്പോൾ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ സ്കോപ്പോ ഇതിലേതെങ്കിലും ഒരു ടോപ്പിക്ക്, ചിലപ്പോൾ ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് വരുമെന്ന് അറിയില്ല. ബട്ട് 10 മാർക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരെണ്ണമാണ് സാധ്യത. അപ്പോൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ പറയുന്ന സ്കോപ്പ്. അതിലും നമുക്ക് ഇത്രത്തോളം കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനുണ്ട്. ഒരു 8, 10, 12 പോയിൻറ്റ്സ് അതിലുണ്ട് സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ. അപ്പോൾ ഞാൻ essayക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഫസ്റ്റ് ബ്ലോക്കിലെ 2 ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞ. നമ്പർ 1 ഇമ്പോർട്ടൻസ്, നമ്പർ 2 സ്കോപ്പ്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് essayക്കോ അല്ലെങ്കിൽ 5 മാർക്കിനോ പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആണ്. സ്കോപ്പ് നോക്കണം. ഇനി 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് നെക്സ്റ്റ് പറയാനുള്ള. ട്രഡീഷണൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ബ്ലോക്കിലത്തെ ഈ 2 യൂണിറ്റുകളും, നമ്മൾ പറയാൻ പോകുന്ന 2 യൂണിറ്റുകളും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ ഇല്ലാത്ത കാര്യങ്ങളാണ്. മൊത്തത്തിൽ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും നമ്മുടെ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിനെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിർബന്ധമായും പഠിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ 2 നമുക്ക് കിടക്കേണ്ടത് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ
നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് നമ്പർ 2. ഇതിൽ പല ടൈപ്സ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിലേതെങ്കിലും ഒരെണ്ണം 5 മാർക്കിന് നിർബന്ധമായും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല 2 മാർക്കിനോ 1 മാർക്കിനോ. പിന്നെയും എന്താണ് ടൈപ്സിൽ ഓരോരോ കാര്യങ്ങളുണ്ട്, അത് എടുത്ത് നമുക്ക് ചോദിക്കാം. അതിൽ ആദ്യത്തെ ഇപ്പോൾ കണ്ടന്റ് മാർക്കറ്റിംഗ് നമുക്ക് കാണാം. ഓരോ ഏരിയയും എന്താണ് കണ്ടന്റ് മാർക്കറ്റിംഗ്, അതിൻ്റെ പ്രോസസ്സ്, ഇതൊക്കെയാണ് വരുന്നത് ഇതിൽ. അപ്പോൾ നിങ്ങൾ ഈ ടൈപ്സിൽ ഓരോരോ കാര്യങ്ങൾ എന്താണ്, കൺസെപ്റ്റ് എന്താണ്, പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം. അതിലുപരി ചില ടൈപ്പുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അപ്പോൾ ഇതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, കണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ ചലഞ്ചസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പിൽ ആദ്യത്തെയാണ് ഈ പറയുന്ന മൊബൈൽ മാർക്കറ്റിംഗ്. ഈസിയാണ്, ബട്ട് നമ്മൾ എക്സാമിന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് മൊബൈൽ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരാറില്ല. കണ്ടന്റ് മാർക്കറ്റിംഗ് നോക്കണം. അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് കണ്ടോ, അതിൻ്റെ പ്രോസസ്സാണ് കണ്ടന്റ് മാർക്കറ്റിങ്ങിന് എന്താണ്, അതുപോലെ കണ്ടന്റ് അല്ല, മൊബൈൽ മാർക്കറ്റിംഗ് എന്താണ് അതിൻ്റെ പ്രോസസ്സ്, ഓരോന്നിലും എന്താണ് അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ ബെനഫിറ്റ്സ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്, ഇതാണുള്ളത്. ഇതിൽ മൊബൈൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിച്ചു വാരി പഠിക്കേണ്ട ആവശ്യമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതാണ് ആദ്യം എനിക്ക് പറഞ്ഞു തരാനുള്ള ടൈപ്സിലെ മൊബൈൽ മാർക്കറ്റിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കണ്ടന്റ് നോക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? 5 മാർക്കിന് ഞാൻ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്. അതിൻ്റെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പ്രോസസ്സ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ്, ബെനഫിറ്റ്സ്. ഇത് നമ്മുടെ ബുക്കിൽ നോക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ചുരുക്കി പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്, അതിൻ്റെ ബെനഫിറ്റ്സിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഉള്ളതാണ് ഞാൻ പറഞ്ഞു ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. അഫിലിയേറ്റിന് ശേഷം നമുക്കുള്ള എന്താണ് നെക്സ്റ്റ്, അതാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്പാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതാണ്. പിന്നെ കണ്ടോ, ഇമെയിൽ മാർക്കറ്റിംഗ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്പുകളുണ്ട് നോക്കാൻ. അതുപോലെ തന്നെ ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ബെനഫിറ്റ്സ്, ദെൻ ലിമിറ്റേഷൻസ്. ഓക്കെ, ബെനഫിറ്റ്സ് ആണ്, ബെനഫിറ്റ്സ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ്. അതിനുശേഷം അതിൻ്റെ ചലഞ്ചസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന, അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങളിൽ കണ്ടന്റ് മാർക്കറ്റിംഗ്, മൊബൈൽ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പറഞ്ഞു. അപ്പോൾ 4ൻ്റെയും കൺസെപ്റ്റ് എന്തെങ്കിലും നോക്കണം. ചിലപ്പോൾ 2 മാർക്കിനോ 1 മാർക്കിനോ എടുത്ത് ചോദിക്കാം. 5 മാർക്കിൻ്റെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരും. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതാണ് ഈ പറയുന്ന മൊബൈൽ മാർക്കറ്റിംഗ്. അതിൻ്റെ സ്റ്റെപ്പോ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മൊബൈൽ മാർക്കറ്റിങ്ങിൻ്റെ കൂടെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഈ പറയുന്ന അഫിലിയേറ്റും ഉണ്ട്, ഇമെയിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ 4ഉം എന്താണെന്നുള്ളത് മിനിമം നോക്കി വയ്ക്കുക. ബാക്കിയുള്ള അതിൻ്റെ അഡീഷണൽ കാര്യങ്ങൾ നോക്കുക. അത് നമ്മുടെ ബുക്കിൽ നോക്കുമ്പോഴാണ് ഒരുപാട് കാണാൻ സാധിക്കുക. ഞാൻ പറഞ്ഞു മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ടുള്ള അതിൻ്റെ എക്സാം ട്യൂബ്, അതിൻ്റെ നോട്ട് അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് PPC, പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ് എന്താണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. നിർബന്ധമായും പഠിക്കണം. PPC എന്താണ് 2 മാർക്കിൻ്റെയിലേക്ക് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ബെനഫിറ്റ്സും ഇതുപോലെ തന്നെ നമുക്കുണ്ട്. ചലഞ്ചസ് ഉണ്ട്, PPCനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, PPC, then അതിൻ്റെ കേസ് സ്റ്റഡിയും കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് വരുന്നത് PPCക്ക് ശേഷം ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് അതിനുശേഷം ഡിജിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2 മാർക്സിൻ്റെയിലാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഡിജിറ്റൽ ബഡ്ജറ്റിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം. PPC മാർക്കറ്റിങ്ങിന് ശേഷം പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റിംഗ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റിംഗ് 2 മാർക്കിൻ്റെയിലോ അതല്ലെങ്കിൽ അതിൻ്റെ കീ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് വരുന്നുണ്ടെങ്കിൽ 2 മാർക്സിനാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് 2 and 1 മാർക്ക് ചോദ്യങ്ങളുള്ളതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റിംഗ് എങ്ങനെയാണ് എന്താണെന്നുള്ളത് അങ്ങനെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് യൂണിറ്റ് ബ്ലോക്ക് നമ്പർ 1. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ നിന്ന്
ഞാൻ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് എസ്സേ എക്സ്പെക്ട് ചെയ്യുന്നു. സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് 5 മാർക്കിൻ്റെ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നു. പിന്നൊക്കെ 2 മാർക്കും 1 മാർക്കും ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. 2 മാർക്കിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ കണ്ടന്റ് അഫിലിയേറ്റ്, ഇപ്പം മൊബൈല് അല്ലേ, മൊബൈൽ മാർക്കറ്റിംഗ്, 3-4 ഞാൻ പറഞ്ഞു, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ വരും. 1 മാർക്കിൻ്റെ ഈ PPC വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റിങ്ങിനെ പറ്റിയുള്ള കൺസെപ്റ്റ്, അതും 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബ്ലോക്ക് നമ്പർ 1 പരമാവധി ഞാൻ പറഞ്ഞതൊക്കെ കവർ ചെയ്യാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലോക്ക് നമ്പർ 1. നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഏരിയാസ് കുറവാണ്. ഇനി ശരിക്കും പറഞ്ഞാൽ ബ്ലോക്ക് നമ്പർ 1ന് ശേഷം നിങ്ങൾ ബ്ലോക്ക് നമ്പർ 4 പഠിച്ചാൽ മതി. ഞാനത് സജസ്റ്റ് ചെയ്യാം. ഇനി കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബ്ലോക്കാണ് വെബ്സൈറ്റ് പ്ലാനിങ് ആൻഡ് അനാലിസിസ്, ബ്ലോക്ക് നമ്പർ 2. ഇത് നിങ്ങൾ ലാസ്റ്റിലേക്ക് വെച്ചാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ 4 പഠിച്ചിട്ട് പിന്നെ സെക്കൻഡ് 3, അല്ലെങ്കിൽ 3 കഴിഞ്ഞിട്ട് ലാസ്റ്റ് പഠിച്ചാൽ മതി 2. ഫസ്റ്റ്, ഫോർത്ത്, തേർഡ്, പിന്നെ സെക്കൻഡ് പഠിക്കുക. ദെൻ വെബ്സൈറ്റ് പ്ലാനിങ് ആണ് ഇതിൽ. അപ്പോൾ ഇതിൽ വാട്ട് ഈസ് എ വെബ്സൈറ്റ്? 2 മാർക്സിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് എ വെബ്സൈറ്റ് എന്നുള്ളത് 2 മാർക്സിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് നിർബന്ധമായും പഠിക്കുക. അത് മാത്രമല്ല ടൈപ്സ് ഓഫ് വെബ്സൈറ്റ് മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് വെബ്സൈറ്റിലെ ഏതെങ്കിലും ഓരോന്ന് 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാറ്റിക് വെബ്സൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡൈനാമിക് വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ 5 മാർക്കിൻ്റെയിലോ 2 മാർക്കിൻ്റെയിലോ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആൻഡ് ഡൈനാമിക് വെബ്സൈറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെയും കൺസെപ്റ്റ് നിങ്ങൾ നോക്കി വയ്ക്കുക. പിന്നെയുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റുള്ള വെബ്സൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് നമുക്ക് 2 മാർക്സിൻ്റെയിലോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 1 മാർക്കൊക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ 5 മാർക്കിൻ്റെയിലേക്കും അവർക്ക് വേണമെങ്കിൽ ഇടാം. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ്സൈറ്റ്, അതിൽ കണ്ടോ ബ്ലോഗ് വെബ്സൈറ്റ്. പക്ഷേ ഇത് 1 മാർക്കിൻ്റെയിലേക്കുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ്. പലതരത്തിലുള്ള വെബ്സൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ കോമേഴ്സ് വെബ്സൈറ്റ് എന്താണ്, അല്ലെങ്കിൽ ബ്ലോഗ് വെബ്സൈറ്റ് എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് കണ്ടോ. സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് എന്താണ്, അപ്പോൾ 1 മാർക്കിൻ്റെയിലേക്ക് ഇടാം, അതല്ലെങ്കിൽ 2 മാർക്കിൻ്റെയിലേക്ക് ഇടാം. അങ്ങനത്തെ സ്കോപ്പുള്ള ചോദ്യങ്ങളാണ് ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വെബ്സൈറ്റ് എന്താണ് 2 മാർക്കിൻ്റെയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ്സൈറ്റിൽ സ്റ്റാറ്റിക് ഡൈനാമിക്കിൻ്റെ ഡിഫറൻസ് നോക്കണം. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ 1 മാർക്കിൻ്റെയിലേക്കോ 2 മാർക്കിൻ്റെയിലേക്കോ ആണ് നമ്മൾ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, 10 തരത്തിലുള്ള വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ബേസിക്സ് ഓഫ് വെബ് ഡിസൈൻ ആണ്. അതിൻ്റെ എലമെൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. നിങ്ങളത് ടൈമിൻ്റെ ബേസിൽ നോക്കുക. ലേ ഔട്ട് എന്താണെന്നൊക്കെ വേണമെങ്കിൽ 1 മാർക്കിൻ്റെയിലേക്ക് ചോദിക്കാം. നാവിഗേഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ ലാസ്റ്റ് നോക്കിയാൽ മതി. കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ടെക്നിക്സ് ടു ഇംപ്രൂവ് വെബ്സൈറ്റ് സ്പീഡ് മറ്റൊരു ചോദ്യം, നോക്കി വയ്ക്കാമെന്ന് മാത്രം, വലിയ എന്നല്ല. ഞാൻ പറഞ്ഞു ആദ്യത്തെ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ വരാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് 100% പറയാൻ പറ്റില്ല. എന്നാലും സ്പീഡ് കൂടണം എങ്ങനെയാണ്, കുറച്ചൊരു എസ്സേ ടോപ്പിക്കാണത്. എങ്ങനെയാണ് സ്പീഡ് കൂട്ടാൻ സാധിക്കുക വെബ്സൈറ്റിൻ്റെ എസ്സേ ടോപ്പിക്കാണ്. 10-14 പോയിന്റ് 15 പോയിന്റ് ഉള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ടൂൾസ് ഫോർ മെഷറിങ് വെബ്സൈറ്റ് സ്പീഡ് എന്ന് പറയണതും നെക്സ്റ്റ് ടോപ്പിക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എസ്സേക്ക് തന്നെ ഇടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓപ്ഷൻസ് വേറെ ഉണ്ടാവും. അപ്പോൾ ഇതിനേക്കാളും ബെസ്റ്റ് സിമ്പിളായിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ എസ്സേസ് പ്രസൻറ്റ് ചെയ്യണതാണ് കുറച്ചും കൂടി നല്ലത്, നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ. കണ്ടോ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ പറയുന്ന ഏരിയ ആണ്. 13 പോയിന്റുകൾ അതിൽ കാണാൻ സാധിക്കും. സെക്കൻഡ് ഞാനിതൊന്ന് അപ്പോൾ ഇതാണ് വെബ്സൈറ്റിൻ്റെ സ്പീഡ് എങ്ങനെയാണ് കൂട്ടുന്നത്. ഒന്ന് ഞാൻ ചെറുതാക്കിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ബുക്കൊന്ന് എടുത്ത് വെച്ചോളൂ. വെബ്സൈറ്റിൻ്റെ സ്പീഡ് എങ്ങനെയാണ് കൂട്ടുക, ടെക്നിക്സ് ടു ഇംപ്രൂവ് വെബ്സൈറ്റ് സ്പീഡ് ഒരു ടോപ്പിക്ക്, പിന്നെ ടൂൾസ് ഫോർ മെഷറിങ് വെബ്സൈറ്റ് സ്പീഡ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എസ്സേ ടോപ്പിക്കിലേക്ക് ഉള്ള സ്കോപ്പുള്ള സംഭവമാണ്. ബട്ട് ഞാനത് സജസ്റ്റ് ചെയ്യില്ല എക്സാമിന് അത് വന്നാൽ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതിനേക്കാളും ബെസ്റ്റ് ചോദ്യങ്ങൾ വേറെയുണ്ട്. വെബ്സൈറ്റ് പ്ലാറ്റ്ഫോംസ് ആണ് നെക്സ്റ്റ് വരുന്നത്. 2 മാർക്കിൻ്റെയിലേക്ക് സ്കോപ്പുള്ളൊരു ചോദ്യമാണ്. വെബ്സൈറ്റ് പ്ലാറ്റ്ഫോംസ്, ഗൂഗിൾ സൈറ്റ്സ്, യോല, ഹബ്സ്പോട്ട്, വിക്സ്,
വെബ് ഫ്ലോ, വെബ് നോഡ്, ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ 2 മാർക്കിൻ്റെയിലേക്കോ 5 മാർക്കിൻ്റെയിലേക്കോ ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നോക്കണം. അപ്പോൾ ഇതാണ് ഈ ഒരു ബ്ലോക്ക് നമ്പർ 2 ആദ്യത്തെ ചാപ്റ്ററിലത്തെ കാര്യങ്ങൾ. 2 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം എസ്സേക്ക് സ്കോപ്പ് ഉള്ളതാണ്. വെബ്സൈറ്റ് എന്താണ്, ബേസിക്സ് നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ലാസ്റ്റ് നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ നോക്കിയാൽ മതി. ഓക്കെ. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ബ്ലോക്കിലെ അടുത്ത ചാപ്റ്ററാണ് വെബ്സൈറ്റ് അനാലിസിസ്. അപ്പോൾ ഇതിലെ വെബ്സൈറ്റ് അനാലിസിസിൻ്റെ ടൂൾസ് ആണ് പറയുന്നത്. ഗൂഗിൾ അനലറ്റിക്സ്, GT മെട്രിക്സ്, അഗെയിൻ ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് കൂടുതലുള്ള ചാപ്റ്ററാണ് വെബ്സൈറ്റ് അനാലിസിസ് ടൂൾസ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഏരിയ ലാസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുമ്പോഴാണെങ്കിലും നമുക്ക് എങ്ങനെ വൃത്തിയായിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ചോദ്യങ്ങൾ ഉണ്ടാവും 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ഒരെണ്ണം എന്തായാലും ഉണ്ടായിരിക്കും. ബട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നല്ലത്. അതിൽ കീവേഡ് റിസർച്ച് അനാലിസിസ് മറ്റൊരു ടോപ്പിക്കാണ്. ഇതിൽ നമ്മൾ 5 മാർക്കിൻ്റെയിൽ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് ബെനഫിറ്റ്സ് ഓഫ് കീവേഡ് റിസർച്ച് ഫോർ SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കീവേഡ്സ്. ഇതിലേതെങ്കിലും നമ്മൾക്ക് 5 മാർക്സിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ആ രീതിയിൽ നോക്കാം. പിന്നെ നെക്സ്റ്റ് ഈ ഒരു ചോദ്യം 2 മാർക്സിൻ്റെയിലാണ് പ്രതീക്ഷിക്കുന്നത്. ടൂൾസ് യൂസ്ഡ് ഫോർ കീവേഡ് റിസർച്ച്, അത് നോക്കി വെച്ചോളൂ ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററും ഞാൻ വീണ്ടും പറയണു, ലാസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ചോദ്യങ്ങൾ ഉണ്ടാവും, എഗെയിൻ ഞാൻ പറയണു. ബട്ട് ടെക്നിക്കലായിട്ടുള്ള ഏരിയാസാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇത് പഠിച്ച് അവസാനിപ്പിക്കാൻ. കീവേഡ് റിസർച്ച് എന്താണെന്ന് നോക്കുക, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. 2 മാർക്സ് ആൻഡ് 5 മാർക്സിൻ്റെ ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അത്രയാണ് ഞാൻ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ കേട്ടോ, കൊടുക്കുന്നുണ്ട് ഈ ഏരിയാസിന്. ഇനി ബ്ലോക്ക് നമ്പർ 3 ആണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ. അപ്പോൾ SEO എന്താണെന്നുള്ള 2 മാർക്കിനെ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്താണ്. പിന്നെ അതിൽ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഫേസസ് ഓഫ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ്. ഒരു 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് SEOൻ്റെ ഫേസസ്. 7 പോയിൻറ്റ്സ് ഉണ്ട്, നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ സിഗ്നിഫിക്കൻസിൽ ഒരു 7 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ഞാൻ 5 മാർക്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. SEOയിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൽ പ്രതീക്ഷിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഗൂഗിൾ അൽഗോരിതമാണ് നെക്സ്റ്റ് ഒരു ഏരിയ. 2 മാർക്കിലേക്ക് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം ദി കൺസെപ്റ്റ് ഓഫ് ഗൂഗിൾ അൽഗോരിതം. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിൽ ക്രൗളിങ്, ഇത് ഏതെങ്കിലും ഇൻഡെക്സിങ്, റാങ്കിങ്, ഇതൊക്കെ ഏതെങ്കിലും ഒരെണ്ണം 2 and അതുപോലെ തന്നെ 1 മാർക്ക് ചോദ്യങ്ങളിൽ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അത്രയ്ക്കുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തത് 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. എന്താണ് ഗൂഗിൾ സെർച്ച് കൺസോൾ നോക്കി വയ്ക്കണം, എക്സ്പെക്ട് ചെയ്യാം. 2 മാർക്കിൻ്റെ ചോദ്യത്തിലാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ സെർച്ച് എഞ്ചിൻ ട്രാഫിക് ആൻഡ് ഇറ്റ്സ് മീനിങ്, എന്താണ് സെർച്ച് എഞ്ചിൻ ട്രാഫിക് എന്നുള്ളത് നോക്കുക. ദെൻ ആ കൺസെപ്റ്റ് നോക്കി വയ്ക്കുക കേട്ടോ. 2 മാർക്കിലോ 5 മാർക്കിൻ്റെയോ പ്രതീക്ഷിക്കുന്നത് അത്രയാണ്. അപ്പോൾ സെർച്ച് എഞ്ചിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആദ്യം പറഞ്ഞത് 2 മാർക്കിലും 5 മാർക്കിലേക്കും നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യമാണത്. ഞാൻ ഈ ഒരു ചാപ്റ്റർ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് 1 മാർക്ക് 2 മാർക്സ് 5 മാർക്സിലേക്കാണ്. SEക്ക് ഞാൻ കൂടുതൽ ഫസ്റ്റ് ബ്ലോക്ക് ലാസ്റ്റ് ബ്ലോക്കിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എഴുതാൻ എളുപ്പമാണ്. ബ്ലോക്ക് നമ്പർ 2ൽ നിന്നും വേണമെങ്കിൽ SE ഇടാം, വെബ്സൈറ്റിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ. ഓക്കെ. ബട്ട് അത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ബാക്കിയുള്ള ബ്ലോക്കിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നിക്സ് ആണ് ബ്ലോക്ക് നമ്പർ 3ത്തെ സെക്കൻഡ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിൽ എഗെയിൻ 5 and 2 മാർക്സ് ചോദ്യങ്ങൾ, 1 മാർക്ക് ചോദ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. സ്ട്രാറ്റജീസ് ഫോർ കീവേഡ് ഒപ്റ്റിമൈസേഷൻ, അതുപോലെ തന്നെ ഓൺ പേജ് SEO, ദെൻ ഓൺ പേജ് SEO ടെക്നിക്സ്, ഇതൊക്കെ കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും
5 മാർക്കിൻ്റെയിലേക്കുള്ള സ്കോപ്പ് മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് കേട്ടോ, അല്ലെങ്കിൽ 2 മാർക്സ്. അപ്പോൾ ഇങ്ങനെ ഓഫ് പേജ് SEO സ്ട്രാറ്റജീസ് ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 or 5 അതിലേക്ക് അങ്ങനെ നോക്കിയാൽ മതി. ലിങ്ക് ബിൽഡിംഗ് ഒക്കെ 2 മാർക്സിൻ്റെ ചോദ്യം 2 മാർക്കിൻ്റെയിലേക്ക് നോക്കി വെച്ചാൽ മതി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ക്രൗളിങ് ആൻഡ് ഇൻഡെക്സിങ്, ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റ് മാത്രം നോക്കി വലിച്ചു വരി പഠിച്ച നേരങ്ങളായിരുന്നു. ഇതൊക്കെ എന്താണെന്നുള്ളത് 2 മാർക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്. ക്രൗളിങ്, ഇൻഡെക്സിങ് അത്രയ്ക്കുള്ള സ്കോപ്പ് കൊടുത്ത് പഠിക്കുക, വലിച്ചു വരി പഠിച്ച് നേരം കളയരുത്. അഗെയിൻ SEM മെട്രിക്സ് 2 മാർക്സിൻ്റെ ചോദ്യത്തിലാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. മേജർ SEM മെട്രിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളത് മിനിമം ആ കൺസെപ്റ്റ് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് നമ്പർ 3 കൂടുതൽ പ്രതീക്ഷിക്കുന്നത് 5 മാർക്ക്, 2 മാർക്ക്, 1 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്കുള്ള കാര്യങ്ങളാണ്. എന്താണെന്നുള്ളത് ഓരോന്നിൻ്റെയും നോക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന കുറച്ച് കണ്ടൻസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അത് ആ രീതിയിലും പഠിക്കുക. ഓക്കെ, മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 4 സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഞാൻ പറഞ്ഞു കൂടുതൽ എഴുതാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഓൺ വേർഡ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ളൊരു ബ്ലോക്കാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നമുക്ക് കൂടുതൽ ടച്ച് അല്ലെങ്കിൽ സാധാരണ എല്ലാവർക്കും അറിയുന്നൊരു ഏരിയയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ളത് ആദ്യം പഠിക്കുക. അതിന് ശേഷം റോൾ ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതിൻ്റെ ബെനഫിറ്റ്സ് SE ടോപ്പിക്കാണ്, നിർബന്ധമായും പഠിക്കണം. റോൾ ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ളത് SE ടോപ്പിക്കാണ്. ഒരു എത്ര പോയിന്റ് ഉണ്ട് ഇപ്പം പറയാം. ഇതാ റോള് ഉണ്ട് ആദ്യം, അതിനുശേഷം ബെനഫിറ്റ്സ്, ഇത്ര പോയിന്റ്സ് ആണ് ഉള്ളത്. അതിൻ്റെ ബെനഫിറ്റ്സ് ചിലപ്പോൾ റോളും ബെനഫിറ്റ്സും കൂടിയിട്ടാവാൻ ചോദിക്കുക. വളരെ ഈസിയാണ് പ്രസൻറ്റ് ചെയ്യാൻ. എന്തെഴുതിയാലും മാർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കുകളിലൊരെണ്ണമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതിയാലും മാർക്കാന്ന്. കാരണം ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് എന്തെഴുതിയാലും മാർക്കെന്ന്. ബെനഫിറ്റ്സ് ഓഫ് സോഷ്യൽ മീഡിയ, കാരണം അതിലിപ്പോൾ ആദ്യത്തെ പോയിന്റ്, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ബെനഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ റൂള് എന്നൊക്കെ പറയാൻ പറ്റും. കാരണം എന്താ, കൂടുതൽ ആൾക്കാരിലോട്ട് എത്തും, കസ്റ്റമറിന് കൂടുതൽ എൻഗേജ്മെൻ്റ് ആണ്, നാട്ടുകാർ മുഴുവൻ സോഷ്യൽ മീഡിയയിലാണ് അല്ലേ. ആർക്കൊക്കെയാണ് ഏതൊക്കെ പ്രോഡക്റ്റ് വേണ്ട എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് കറക്റ്റായിട്ട് എത്തിക്കാൻ സാധിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻഫ്ലുവൻസ് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടോട് കൂടി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാ. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടിയില്ലേ, അതാണ് PR വർക്കുകൾ. ഇതൊക്കെയാണ് ഇതിൽ എഴുതി വയ്ക്കാൻ പോകുന്നത്, ബെനഫിറ്റ്സ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അപ്പോൾ നമ്മുടെ ഓൺ വേർഡ്സിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്ത് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ റോള്, ബെനഫിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. സ്ട്രാറ്റജീസ് ഇൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് മറ്റൊരു ചോദ്യം കാണാൻ സാധിക്കുന്നത്. ഒരു 5 മാർക്കിൻ്റെയിലേക്കുള്ള സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ് സ്കോപ്പും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചാനൽസ് ആണ്. അത് പിന്നെ ഇപ്പോൾ അഗെയിൻ മറ്റൊരു ഏരിയ. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ അറിയാത്തതായിട്ട് ഒന്നുമില്ല. ഈ ഇനി പറയാൻ പോകുന്ന ഏരിയയിൽ നിങ്ങൾക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല, നിങ്ങൾക്കാണിത് കൂടുതൽ അറിയുക. നമ്പർ 1 സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചാനൽസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഇപ്പോൾ എക്സായി, ലിങ്ക്ഡ്ഇൻ, ചിലപ്പോൾ എത്രത്തോളം ഫെമിലിയർ ആണെന്ന് അറിയില്ല, ടിക്ടോക്ക്, പിന്നെ പിൻറ്ററസ്റ്റ്, യൂട്യൂബ്. ദെൻ ഇപ്പോൾ എൻ്റെ വീഡിയോ ആണ് ചിലപ്പോൾ യൂട്യൂബിലൂടെയാണ് അല്ലേ, സ്നാപ്ചാറ്റ്, ഇതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചാനൽസ്. ഫേസ്ബുക്ക് എന്താണെന്നുള്ളത് പഠിക്കേണ്ട ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇത് വായിക്കാണ്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. എന്താണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക കാര്യങ്ങളൊക്കെ, ഓരോന്നിനെ പറ്റിയിട്ട് ഓരോ ചാനല്. എന്താണ് ട്വിറ്റർ, എന്താണ് ഇൻസ്റ്റാഗ്രാമിലൂടെ അതാണ് ഇപ്പോൾ എഴുതി വെച്ചാണ്. ഇൻസ്റ്റാഗ്രാം കാറ്റേഴ്സ് ടു വിഷ്വലി ഡ്രിവൺ മാർക്കറ്റിംഗ് ആൻഡ് റിസോർട്ട്സ്. ഒരുപാട് കാര്യങ്ങൾ. ഇൻസ്റ്റാഗ്രാം എന്താണ്, യൂട്യൂബ് എന്താണെന്നൊക്കെ എനിക്ക് ബൈ ഹാർട്ട് പഠിച്ചിട്ട് വേണം എഴുതി വയ്ക്കാൻ. എന്താണ് യൂട്യൂബ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ തന്നെ എഴുതി മാർക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. അതാണ് നെക്സ്റ്റ് ഒരു ടോപ്പിക്, ഈസി ടോപ്പിക് കേട്ടോ. പിന്നെ ഫേസ്ബുക്കിനെ പറ്റിയിട്ട് എഗെയിൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണതാ. അതിൻ്റെ ഫേസ്ബുക്ക് ഒപ്റ്റിമൈസേഷൻ എന്താണ്, ഫേസ്ബുക്ക് ഒപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജീസ് ഒക്കെയാണ് നെക്സ്റ്റ് വരുന്നത്, നോക്കി പോവാം. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഞാൻ ആദ്യത്തെ ഏരിയയിലാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഫേസ്ബുക്ക് ചാനൽ ഒരെണ്ണം ഉണ്ടാക്കുക, ഇതിപ്പോൾ ഇതിൽ വായിച്ചിട്ട് വേണം നിങ്ങൾക്കറിയാൻ.
ഫേസ്ബുക്കിൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് തുടങ്ങുക? ക്രിയേറ്റിംഗ് എ ഫേസ്ബുക്ക് പേജ് ഫോർ ബിസിനസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ടാവും എങ്ങനെയാണ് ഫേസ്ബുക്ക് പേജ്. ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് കേസസ് ക്ലാസ്സസിൻ്റെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് എഴുതി വെച്ചൂടെ. ഇപ്പോൾ 5 മാർക്കിൻ്റെ എനിക്ക് 2 മാർക്കിൻ്റെ എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം ഹൗ ടു ക്രിയേറ്റ് എ ഫേസ്ബുക്ക് പേജ് ഫോർ ബിസിനസ്. നിങ്ങൾക്ക് തന്നെ എഴുതി വയ്ക്കാം, സൈൻ ഇൻ ചെയ്യുക. നിങ്ങൾക്ക് അറിഞ്ഞൂടെ എൻ്റർ ബേസിക് ഇൻഫർമേഷൻ, പ്രൊഫൈൽ, ഫോട്ടോ ഇടാം, ചിരിക്കണ ഫോട്ടോ ഇടാം, എങ്ങനെ വേണമെങ്കിൽ ഇടാം. ഒരു 4-5 സ്റ്റെപ്പുകളുണ്ട്. അതാണ് നെക്സ്റ്റ്. 5-6 പ്രൊമോട്ട് ചെയ്യാം, 6-7 ഫാൻ പേജ് ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഫേസ്ബുക്കിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളേ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് ബ്ലോക്കിൻ്റെ പ്രത്യേകത. ഇതാ എന്ത് എഴുതിയാലും മാർക്ക്. ഓക്കെ, പിന്നെ ഫേസ്ബുക്കിൻ്റെ ഫാൻ പേജിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ലാസ്റ്റ് കാണാൻ സാധിക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഓടിച്ചു പോയി നോക്കിയാൽ മതി. ട്വിറ്ററിനെ പറ്റിയിട്ടാണ്. പിന്നെ റീട്വീറ്റ് എന്താണ് 2 മാർക്കിനെങ്കിലും പ്രതീക്ഷിക്കാം. പിന്നെ ലിങ്ക്ഡിൻ ഉണ്ട്. ഓരോന്നിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് കാണാം. പിൻട്രസ്റ്റ്, ലാസ്റ്റ് യൂട്യൂബ് വരെ എന്നിട്ട് അതിലൊരു ഏരിയ. ഇൻസ്റ്റഗ്രാം, CPC ബിഡിങ് എന്താണ് 2 മാർക്കിലേക്ക് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു കോസ്റ്റ് പെർ ക്ലിക്കാണ് CPC. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലാസ്റ്റ് ബ്ലോക്കിൽ നോക്കാനുള്ളത്. അപ്പോൾ ലാസ്റ്റ് ബ്ലോക്ക് യൂട്യൂബ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ലാസ്റ്റ് ബ്ലോക്ക് യൂട്യൂബിനെ പറ്റിയിട്ട് കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് യൂട്യൂബ് ചാനൽ? നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? യൂട്യൂബിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് പറയാനുള്ള നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് എഴുതിയാലും മാർക്ക് എന്ന് പറയുന്ന കുറച്ച് ഏരിയയാണ് ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ മൊത്തം ബ്ലോക്കിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ 4 ബ്ലോക്ക്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. മോഡ്സ് ഓഫ് സോഷ്യൽ മീഡിയ ഒക്കെയാണ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഞാൻ വീണ്ടും പറയുന്നു എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് നന്നായിട്ട് ആദ്യം പഠിക്കുക. ഫസ്റ്റ് ബ്ലോക്കിൽ ഞാൻ പറഞ്ഞ ഏരിയാസ് ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. അതിനുശേഷം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നോക്കുക. അതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. അതിൻ്റെ ബേസിക്സ് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് അറിയണതാ. ഇതിൽ തന്നെ ബൈഹാർട്ട് പഠിച്ച് എഴുതണം എന്നില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ എഴുതിയ മാർക്ക് കിട്ടും. ഇതിന് ശേഷം നിങ്ങൾ പിന്നെ ബ്ലോക്ക് നമ്പർ 2 ഉണ്ട് 3 ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം. നിങ്ങൾക്ക് കൂടുതൽ ഈ ടെക്കി കാര്യങ്ങൾ അറിയണ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ബ്ലോക്ക് നമ്പർ 2 വെബ്സൈറ്റ് എന്താണ്, വെബ്സൈറ്റിനെ പറ്റിയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ നോക്കാം. പിന്നെ സെർച്ച് എഞ്ചിൻ, ഇപ്പോൾ ഒപ്റ്റിമൈസേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ 2ഉം 3ഉം നിങ്ങൾ ലാസ്റ്റ് നോക്കാം. അതിൽ 2ൽ നിന്ന് SAക്ക് സ്കോപ്പുള്ളൊരു ചോദ്യം ഉണ്ട്. ഞാൻ പറഞ്ഞു യൂണിറ്റ് നമ്പർ 1 ബ്ലോക്ക് നമ്പർ 2 2 SAയിൽ ഒരെണ്ണം വരാം. എങ്ങനെയാണ് സ്പീഡ് വെബ്സൈറ്റിൻ്റെ കൂടെ അതിൻ്റെ ടൂൾസ്. അതാണ് SAക്ക് സ്കോപ്പുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. ബട്ട് നമുക്ക് ഓപ്ഷനായിട്ട് ബ്ലോക്ക് നമ്പർ 1ൽ നിന്നോ 4ൽ നിന്നോ ഒരു SA കിട്ടും. അപ്പോൾ അത് ഇതായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എക്സാം ലൈവ് ഒക്കെ ഞാൻ പരമാവധി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഈ പറയുന്ന എക്സാം ട്യൂബ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിൽ നമ്മൾ 2 ബ്ലോക്കിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം അതിൽ കണ്ടൻസ് ഉണ്ട്, എങ്ങനെയാണത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൂടിയും കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ആപ്പിൾ ഫോൺ ആണെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയാം. എനിക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം, ലിങ്ക്. സോ ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എക്സാം ട്യൂബ് വരുന്നത്. ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്, മലയാളത്തിലും അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ആദ്യം ഇംഗ്ലീഷിൻ്റെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ടാണ്. ഇപ്പോൾ യൂണിറ്റ് നമ്പർ 1 ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, ദെൻ അതിനുശേഷം അതിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ ബുക്കിൽ നോക്കുകയാണെങ്കിൽ ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ പോയിന്റ്സിൽ ഞാൻ നൽകിയിട്ടുണ്ട്. എല്ലാതും കണ്ടോ, അത് ബ്ലോക്ക് സ്കോപ്പ് ഒക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് നൽകിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. ട്രഡീഷണൽ ഡിഫറൻസ്,
ദെൻ അതിനുശേഷം ടൈപ്സ് നമ്മൾ ബുക്കിൽ നോക്കുകയാണെങ്കിൽ ചവർ പോലെ ഇട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പോയിൻറ്റ്സ് ആയിട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഒരുപാട് ലെങ്തി ആയിട്ടാണ് ബുക്കിലത്തെ അല്ലേ, പാരഗ്രാഫ് അടിച്ച് മൊബൈൽ മാർക്കറ്റിംഗ് എന്താണ് കറക്റ്റ് വേണ്ട പോയിന്റുകളായിട്ട് ഇത് ഞങ്ങൾക്ക് ഈസി ആയിട്ട് അത് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ അറ്റ് പ്രസൻറ്റ് ബ്ലോക്ക് നമ്പർ 1 ആണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. കണ്ടോ, എല്ലാതും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മലയാളത്തിലുള്ളതാണ് വേണ്ടതെങ്കിൽ സെപ്പറേറ്റ് വേറെ ഇതാക്കാൻ പറ്റുന്ന മലയാളത്തിലുള്ളത് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രാധാന്യം, അതിൻ്റെ കാര്യങ്ങൾ മലയാളമാകുമ്പോൾ പറയേണ്ട ആവശ്യമില്ല, എഴുതുമ്പോൾ കൂടുതൽ ഉണ്ടായിട്ട് വരും. ഇത് ഇംഗ്ലീഷിന് ഒരു 2 സെൻറ്റൻസ് ആണെങ്കിൽ മലയാളത്തിന് കൂടുതലല്ല. എല്ലാതും ഉണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ, എന്താണ് ബേസിക്സ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഫുൾ ഇ-കൊമേഴ്സ് മാർക്കറ്റിംഗ്, ഡിഫറൻസ് കണ്ടോ, ഫസ്റ്റ് ബ്ലോക്ക്, ഫസ്റ്റ് യൂണിറ്റ്, പിന്നെ സെക്കൻഡ് യൂണിറ്റ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ മലയാളത്തിൽ എഴുതുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് മലയാളം. അപ്പം ഞാൻ എപ്പോഴും പറയും ഇംഗ്ലീഷ് എഴുതാണ് നല്ലത്, കാരണം സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 2-3 സെൻറ്റൻസ് എഴുതി സ്കോർ ചെയ്യാൻ പറ്റും. മലയാളത്തിലാകുമ്പോൾ എന്തും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ടും ചെയ്തിട്ടുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ്, ഓക്കെ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള. നിങ്ങൾ കേസിസ് ക്ലാസ്സസിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. 200 രൂപ പ്ലസ് GST 210 രൂപ വരെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ബ്ലോക്ക് നമ്പർ 1 ഈ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും, ഇംഗ്ലീഷിലും മലയാളത്തിലും. അതിലേതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആക്സസ് ചെയ്യാം. ബാക്കിയുള്ളത് ഞാൻ 1-2 ദിവസത്തിനുള്ളിൽ ചെയ്യും കേട്ടോ. അപ്പോൾ വീണ്ടും പറയണത് എന്താണ്, ബാക്കിയുള്ള ബ്ലോക്കിൻ്റെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.